UPA സർക്കാരിന്റെ കാലത്താണ് സംഭവിച്ചത്. ശ്രീ ജിജി ജോസഫ്, താങ്കൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഈ സർക്കാർ, കേരളത്തിലെ സർക്കാരാണോ മുനമ്പം വിഷയം ഇത്രയധികം വഷളാക്കിയത്? ഞാൻ ചോദിക്കുന്നത് 2013 ഭേദഗതിയുടെ ഭാഗമാണ് ഈ മുനമ്പം വിഷയം ഒന്ന് സ്ഥാപിക്കാൻ ശ്രീ രഞ്ജിത്തിന് സാധിക്കോ? ഇല്ല, അങ്ങനെയല്ല ഞാൻ പറയും. 2013 വന്ന വളരെ പ്രധാനപ്പെട്ട 40 എന്ന ആർട്ടിക്കിൾ 40 സാധനമാണ് ഇപ്പോൾ പൂർണ്ണമായും ഘോഷ് ചെയ്യുന്നത്. അതുകൂടി ചേർത്ത് വെക്കണം, ഇതിനോട് ചേർത്ത് വെക്കണം. ശ്രീ ജിജിക്ക് അത് വളരെ കൃത്യമായി താങ്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. കാരണം അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവർ വഖഫുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സമരം നടത്തിയിരുന്നത്. പറയാം എന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നോട് ചോദിച്ചോണ്ട് പറയാം. ശരി നിജോഷേ, ഒരു ക്ലാസ് പോലെ നിങ്ങൾ ക്ലാസ് കേൾക്കണ്ട, പ്രേക്ഷകർ കേട്ടാൽ മതി. അതായത് 1970 മുതൽ കേസ് നടക്കുന്ന വഖഫ് ബോർഡ്, ഡൽഹിയിലെ വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് ബിൽഡിംഗ് അടക്കമുള്ള 123 ബിൽഡിങ്ങുകൾ കോൺഗ്രസ് അവിടെ കേസ് നടക്കുന്നുണ്ട്. 2013 25 ദിവസം ഇലക്ഷന് ബാക്കി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് നോട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡീനോട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ഈ പറയുന്ന ഈ പാർലമെന്റ് അടക്കം വഖഫിന്റേതാണെന്ന അവകാശവാദത്തെ കോൺഗ്രസുകാർ അംഗീകരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഇത് ഇല്ലാന്ന് പറയുന്നുണ്ടോ? ഞാൻ തെളിയിക്കാം. ഇന്നലെ അമിത്ഷാജി പാർലമെന്റിൽ പറഞ്ഞതാണ്. അന്ന് നിങ്ങളാരും മിണ്ടിയില്ല. ഇവിടെയല്ല മിണ്ടണ്ടേ, നിങ്ങളല്ല മിണ്ടണ്ടേ. ഞാൻ കള്ളം പറയുന്നത് നിങ്ങളുടെ എംപിമാര് പാർലമെന്റിൽ എന്താണ് ചെയ്തത്? ഇന്ത്യ പാർലമെന്റ് അല്ലെന്ന്. ശരി, 120 അല്ല. ശരി, നിങ്ങൾ ഇടപെടുമ്പോൾ ഒരു കാര്യമുണ്ട്. നിങ്ങൾ സമാധാനിക്കുക. എന്റെ സമയമല്ലേ ഞാൻ പറയട്ടെ. കളവല്ല പറയുന്നത്. ഞാൻ നല്ല കളവും പറഞ്ഞില്ല. സാറേ, അങ്ങനെയല്ല. ഞാൻ 1970 മുതൽ കേസ് നടക്കുകയാണ്. 1970 മുതൽ എന്റെ സാറെ കേസ് നടക്കുന്നുണ്ട്. നിങ്ങൾ പാർലമെന്റിൽ നിന്ന് മിണ്ടാതിരുന്ന ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാജി പറഞ്ഞപ്പോ നിങ്ങൾ മിണ്ടാതിരുന്ന എന്ത്? എന്താ ഞാൻ ചോദിക്കുന്നത്? നിങ്ങളുടെ KC വേണുഗോപാല് ടൂർ പാക്കേജ് പോലെ രാജസ്ഥാൻ, മണിപ്പൂര്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് വഴി അങ്ങ് പോയി, മിണ്ടിയില്ല. ഡൽഹിയിലെ കാര്യം മിണ്ടിയില്ല. എന്തിനാണ് നിങ്ങളുടെ MPമാരെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്? നിങ്ങളുടെ MPമാരെ വിട്ടത് അമിത്ഷാജി കള്ളം പറയുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ടാ. മിണ്ടിയില്ലല്ലോ. എന്താ മിണ്ടാത്തത്? ഈ സമസ്ത മുഖപത്രത്തിലെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഒന്ന്, ഈ ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചില്ല എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിമർശനമാണ്. നിജേഷ് പറയട്ടെ. പ്രിയങ്ക ഗാന്ധി ഒന്നും അവിടെ ഇല്ലെന്നേ. താങ്കളുടെ നേതാവ് നരേന്ദ്രമോദി ഒരിക്കലെങ്കിലും മണിപ്പൂരിൽ പോകണം. താങ്കളുടെ കേരളത്തിലെ മന്ത്രിയായ ജോർജ് കുര്യൻ ഒരിക്കലെങ്കിലും മണിപ്പൂരിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടുത്തെ കാര്യം പറ. ഇവിടുത്തെ കാര്യം വേറെ സ്ഥലത്തേക്ക് പോലെ ടൂർ പാക്കേജ് പോലെ പോലെ മധ്യപ്രദേശ്, മണിപ്പൂര്, ഛത്തീസ്ഗഡ്, രാജസ്ഥാന്. ഈ ബാക്കി വഖഫിനെ കുറിച്ച് ചർച്ചയില്ല. വഖഫിനെ കുറിച്ച് ചർച്ചയില്ല. വഖഫിനെ കുറിച്ച് ചർച്ച ചെയ്യണം. വഖഫിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പാർലമെന്റിലും വഖഫിനെ കുറിച്ച് മിണ്ടിയില്ല. നിങ്ങളുടെ MPമാർ എവിടെയായിരുന്നു? അമിത്ഷാജി എഴുന്നേറ്റ് നിന്ന് ഈ വഖഫിന്റെ കൊള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു സാറേ? നിങ്ങൾ പള്ളിയുടെ കാര്യമല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉരുണ്ട് മാറില്ലേ? ഇതിൽ വാ വഖഫ് ബില്ലിൽ വാ സാറേ. 10 മിനിറ്റ് കൊണ്ടാണ്. അല്ല, ഇന്നലെ വൈകുന്നേരം നിങ്ങളാണല്ലോ ടൂർ പാക്കേജ് പറഞ്ഞ. ഞാനാണോ?
ഞാനാണോ? അതൊക്കെ വേറെ. മണിപ്പൂർ അല്ല, പിന്നെ ഞാനാണോ ചർച്ച ചെയ്യാം. ടൂർ പാക്കേജ് മണിപ്പൂർ പറഞ്ഞത്? പിന്നെ ചർച്ച ചെയ്യാം. ജിജി മണിപ്പൂർ ടൂർ പിന്നെ അല്ല, ചർച്ച ചെയ്യാം. കെ.സി. നിങ്ങൾ വേണുഗോപാൽ വഖഫ് ബില്ലിലേക്ക് വാ. ടൂർ പോയി എന്ന് വഖഫ് ഞാനാണോ ബില്ലിലേക്കും പറഞ്ഞത്? ജിജിയാണോ പറഞ്ഞത്? 1970 കെ.സി. വേണുഗോപാൽ 123 സ്ഥലങ്ങള് അല്ല, വഖഫിന് വേണ്ടി ഡീനോട്ടിഫൈ ജിജി, ചെയ്ത് കൊടുത്ത കാര്യം ജിജി പറ. സത്യം പറ. അതിനെക്കുറിച്ച് പറ. ജിജി സത്യം അതിനെക്കുറിച്ച് പറ സാറേ. ഇന്ത്യൻ അതിനെക്കുറിച്ച് പറ. പാർലമെന്റ് നിങ്ങൾ വഖഫിനെ കുറിച്ച് ചർച്ച ചെയ്യേ. വഖഫിനെ കുറിച്ച് ചർച്ച ചെയ്യേ. പാർലമെന്റിൽ നിങ്ങളുടെ ഗൊഗോയ് പറഞ്ഞു. ഗൗരവ് ഗൊഗോയ് വഖഫാണ് ഞാൻ പറയുന്നത്. കെ.സി. വേണുഗോപാൽ ഇന്ത്യൻ പാർലമെന്റ് എപ്പോഴാണ് ക്ലെയിം ചെയ്തത്? അല്ല കെ.സി. വേണുഗോപാലിന്റെ പ്രസംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. ജിജി, നിങ്ങൾ പറഞ്ഞ കാര്യം 2013 40-ാം ഭേദഗതിക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റിനെ എപ്പോഴാണ് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുള്ളത്? നമുക്ക് തൽക്കാലം ഒന്ന് മയപ്പെടുത്താം. ദയവായി മറ്റു അതിഥികൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരിലേക്കും വരാം. എനിക്ക് ഫാദർ ജോഷി മയ്യാറ്റിലേക്കും ഒന്ന് പോകണം. മുജീബ് റഹ്മാൻ തുടരുന്നുണ്ട്. ദയവായി ഒന്ന് ക്ഷമിക്കണം. വരാം. ഒന്ന് ക്ഷമിക്കണം. ജി ജോസഫ്, നിജേഷ് അരവിന്ദ് വരാം. അവസരമുണ്ട്. നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാം. പ്ലീസ് ദയവായി ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇവിടെ നമ്മൾ ഈ പറയുന്നത് എന്റെ ഈ ചർച്ചയിലെ പ്രധാന വിഷയം കഴിഞ്ഞ ദിവസം വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. അത് ഈ സഭയിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്, സഭയുടെ നിലപാടിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്, കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നിജേഷ് ജി താങ്കളിലേക്ക് വരാം. നിജേഷ് ജി വരാം. ഞാൻ ആ വാർത്ത കണ്ടിട്ടില്ല ജിജി. നിജേഷ് ജി വരാം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊന്ന് അയച്ചതാ? തീർച്ചയായിട്ടും വരാം. ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാജി ഈ കാര്യം പറഞ്ഞു. നിങ്ങളുടെ ആരും എഴുന്നേറ്റ് നിന്ന് ഒന്നും മിണ്ടിയില്ല. ശരി, ചർച്ച ചെയ്യാം. ദയവായി എന്നോട് ക്ഷമിക്കണം. ചർച്ച ചെയ്യാം. ബില്ല് അവതരിപ്പിക്കുമ്പോ എന്റെ പ്രധാനപ്പെട്ട അതിഥികളെ ദയവായി ക്ഷമിക്കാം. ഫാദർ ജോഷി മയ്യാറ്റിൽ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമാണോ? താങ്കൾക്ക് പറയാം. അമിത്ഷാ എന്താ പറഞ്ഞത്? വിഷയം നിങ്ങൾ